ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഫാത്തിമ മാതാ സ്കൂളിന്റെ ഈ വർഷത്തെ സാഹിത്യ സമാജ ഉദ്ഘാടനവും ബഷീർ ദിനവും സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ ആർട്സ് കൺവീനർ കുമാരി റീത്തു ലക്ഷ്മി വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്തു. പ്രശസ്ത ഗായികയും കോമഡി ഉത്സവം ഫ്രെയിമും ആയ ശ്രീമതി റൈഹാന മുത്തു ആഘോഷങ്ങൾക്ക് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് SR നിർമ്മൽ, SH, PTA പ്രസിഡന്റ് ജീന ഭാസ്കർ, വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ഷിഹാബ് KTO എന്നിവരും സദസ്സിൽ സന്നിഹിതരായിരുന്നു. PTA പ്രസിഡന്റ് ജീന ഭാസ്കറിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ ആർട്സ് ആൻഡ് സെക്രട്ടറി ബിന്ദു KC റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യാതിഥി ശ്രീമതി റൈഹാന കുട്ടികൾക്ക് വേണ്ടി അവർക്കൊപ്പം ആടിയും പാടിയും കുട്ടികളോടൊപ്പം ആഘോഷമാക്കി. തുടർന്ന് തികച്ചു വ്യത്യസ്തമായ കുട്ടികൾ അവതരിപ്പിച്ച കവിതാവിഷ്കരണവും ബഷീർ കഥാപാത്ര അവതരണവും ഇന്നത്തെ ആഘോഷങ്ങൾക്ക് മിഴിവേകി. ആർട്സ് അസിസ്റ്റന്റ് കൺവീനർ മാസ്റ്റർ മുഹമ്മദ് ഷിഫിന്റെ നന്ദി പ്രസംഗത്തോടെ പരിപാടി അവസാനിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ ഇതുപോലെ നമ്മളെക്കാൾ മുന്നേ പഠിച്ചു പോയവരും ഇതുപോലെ ലിറ്റററി ഡേയിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ പഠിച്ചു പോയ കുറേ ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇന്ന് വലിയ സിനിമാ നടനും ഗായകനും സിനിമാ നടികളും ഒക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെ നമ്മളുടെ പരിപാടികളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും പങ്കെടുക്കുമോ? എല്ലാവരും കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. നല്ലൊരു ഗായികയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ബഷീർ ദിനവും നമ്മളുടെ ലിറ്റററി ഡേയും ആഘോഷിക്കാം. Of our school was held on June 1st. Famous Mapalapad writer Mr. Faisal Karamalan inaugurated the Praveshnotsava by lighting the lamp. The management, staff and PTA welcomed all the first standard batch. Our school celebrated the following: World Environment Day, Reading Day, Mehndi Competition, Bashir Day, Lunar Day, Hiroshima and Nagasaki Day.
ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ പറ്റി അവ്യക്തമായ ഒരു അറിവ് മേൽവിലാസം എഴുതാൻ പഠിപ്പിക്കൽ. അങ്ങനെ പതിവ് പോലെ ഞാൻ വൈകുന്നേരം 4 മണിക്ക് ഉണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്തു. ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇറക്കം ഫുൾ സ്യൂട്ടിലാണെന്ന് ഓർക്കണം. വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചിയും കഴിച്ചു. ഒരു ചായയും കുടിച്ചു. ആകെ 11 റുപ്പികയായി. ഞാനത് കൊടുക്കാനായി കോട്ട് പോക്കറ്റിൽ കൈയിട്ടു. ഞാൻ ആകെ വിയർത്തുപോയി. വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചു. എന്താണെന്ന് വെച്ചാൽ പേഴ്സ് കാണാനില്ല. ഞാൻ പറഞ്ഞു, എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. ഇതിവിടെ ചിലവാക്കാൻ നോക്കല്ലേ. പണം മര്യാദയ്ക്ക് വെച്ചിട്ട് പോ, അല്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ ചുഴന്നെടുക്കും. എന്താ നിന്റെ പണി? ഞാനൊരു എഴുത്തുകാരനാ. എഴുത്ത് നിന്റെ കഴുത്ത് ഞാൻ ആ സദസ്സിലേക്ക് നോക്കി. എന്റെ ചുറ്റും ദയയുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല. വിശന്ന ചെന്നായ്ക്കളെ പോലുള്ള നോട്ടങ്ങൾ. എന്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി പണം കൊണ്ടുവരാം. കോട്ടിടടാ. ഊരിടെ ശക്തി. നന്നായി സ്റ്റൈലാക്കാൻ പറ്റുന്ന ഒരു പഴയ വീടുണ്ട്. തേങ്ങാനൊക്കെ എല്ലാ ജീവിതാവശ്യങ്ങളും കുറേ മാവുകൾ 2 വരികപ്പിലാവുന്നുണ്ട്. വീട്ടാവശ്യങ്ങൾ പാമ്പി എടുക്കട്ടെ. പുരാതനമായ ഒരു കിണറുണ്ട്. നല്ല വെള്ളമാണ്. കിണറാണ് പരമസുഖമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കശ്മീരി, നീ എന്താണ് ചെയ്തത്? സർവചരാചരങ്ങളുടെ സ്രഷ്ടാവ് ഈശ്വരൻ കർത്താവ് അല്ല സൃഷ്ടിച്ച ജീവികളെ കൊല്ലുകയാണ്. നല്ല പുതുമ. ഇത് കയ്യിലിരിക്കട്ടെ. ഇന്ന് നോക്കിക്കോ, ഇന്ന് തന്നെ എലിവിഷം വാങ്ങിച്ചു വെച്ച് എല്ലാത്തിനും ശരിയാണ്. ഇന്നു മുതൽ വീട്ടിൽ കയറി വരുന്ന ഓന്ത്, അരണ, തേട് എല്ലാത്തിനെയും കൊണ്ട് ചിതല് കൊണ്ട് ഇരിക്കാൻ വയ്യ. ഉറുമ്പ്, പാറ്റ, പണ്ട് സഹിക്കാൻ വയ്യ. അല്ലെങ്കിൽ അവരെന്നെ ഭക്ഷിപ്പിക്കും. അവരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ അവകാശം. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.